بسم الله الرحمن الرحيم. الدرس التاسع عشر. بقية أحكام المضاعف. മുദാഅഫിന്റെ ബാക്കിയുള്ള അഹ്കാമുകൾ. ഇപ്പോൾ കുറേ അഹ്കാമുകൾ നമ്മളോട് പറഞ്ഞു. ഇദ്ഗാം ചെയ്യൽ നിർബന്ധമായ സ്ഥലം, ഇദ്ഗാം ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം, ഇദ്ഗാം ചെയ്യാതൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള 3 സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി മൂപ്പര് ബാക്കിയുള്ള കുറച്ച് അഹ്കാമുകൾ പറയാം. ഇദാ കാനത്ത് ഐനുൽ മുദാരിഇ അൽ മജ്സൂമി മദ്മൂമതൻ, ജസ്മ് ചെയ്യപ്പെട്ട മുദാരി ആയ ഫിഅലിന്റെ ഐൻ ഫിഅൽ അത് ദമ്മ ചെയ്യപ്പെട്ടതാണ് എങ്കിൽ ഫയജൂസു ഫി ആഖിരിഹ, അപ്പം അതിൻ്റെ അവസാനത്തിൽ അനുവദനീയമാകും അൽ ഹറകാത്തു സലാസു, 3 ഹറക്കത്തുകളും ജായിസാകും. ഉ അ ഇ 3ഉം പറ്റും. മഅൽ ഇദ്ഗാമി, ഇദ്ഗാമോടുകൂടെ. ജസ്മിന്റെ സന്ദർഭത്തിലാണ്. ഉദാഹരണം മദ്ദ യമുദ്ദു, ഇതിനെ നമ്മൾ ജസ്മ് ചെയ്യുമ്പം ലം, ഇതാണല്ലോ മുദാരി ആയ എല്ലാ അവസാനത്തിൽ സുക്കൂൻ ചെയ്യുന്ന ഹർഫാരാണ്, ലമ്മാണ്. ഈ ലം വന്നാൽ മുദാരി ആയ എല്ലാ അവസാനത്തിൽ സുക്കൂൻ ചെയ്യണം. അപ്പം മദദ യംദുദു എന്നാൽ ലം യംദുദ് എന്ന് പറയും. ഇദ്ഗാമോട് കൂടെയാണെങ്കിൽ ലം യമുദ്ദ ഇങ്ങനെ പറയാം. ലം യമുദ്ദി എന്നും പറയാം. ലം യമുദ്ദു എന്നും പറയാം. ഒന്നും കാട്ടണ്ട. മദ്ദ യമുദ്ദൂല് ലം കടന്ന ഒന്നും കാട്ടണ്ട. ലം യമുദ്ദു ഇങ്ങനെയും പറയാം. ഞാൻ സുഖല്ലേ എന്നാൽ ലം ലം യമുദ്ദി അങ്ങനെ പറയാം. ഇനി അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നാൽ ലം യമുദ്ദ അങ്ങനെയാക്കാം. അതിൻ്റെ ഇഷ്ടം പോലെ ഹർക്കത്തിട്ടോ. സുക്കൂൻ ഇടാൻ പറ്റൂല. സുക്കൂനല്ലാത്ത ഹർക്കത്തൊക്കെ പറ്റും. ഫഅല യഫ്ഉലു വസ്നാണ് എങ്കിൽ, മുദാരി യഫ്ഉലു വസ്നാണ് എങ്കിൽ, കമാ യജൂസു ഫഖ്ഹു, അതുപോലെ അവിടെ ഇദ്ഗാം അയച്ചും പറയാം. ലം യംദുദ് അങ്ങനെയും പറയാം. ആ മുദാരി ആയ ഫിഅൽ, മുദാരി മുദഅഫ് ആയ ഫിഅൽ യഫ്ഉലു വസ്നിലാണെന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് ഇദ്ഗാം ചെയ്ത് പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഹറക്കത്തിലാണ്, തോന്നിയമാതിരി ഉച്ചരിക്കാം. പിന്നെ ഇദ്ഗാം അയച്ചാണ്ടിട്ട് അങ്ങനെ പറയണേ അങ്ങനെയും പറയാം. ലം യംദുദ് ഇങ്ങനെ ഇദ്ഗാം അയച്ചിട്ടും പറയാം. ഇദ്ഗാം അയച്ചിടും ചെയ്യാം. ഇദ്ഗാം ചെയ്യുകയാണെങ്കിൽ തന്നെ തോന്നിയ ഹറക്കത്തൂടാം. വകദാലിക ഫിഅലുൽ അംരി, അതുപോലെ തന്നെയാണ് ഫിഅലുൽ അംറും. ഫതഖൂലു, അപ്പോൾ നീ പറയും മുദ്ദ എന്ന് പറയും. മദ്ദ യമുദ്ദുനെ നമ്മൾ അമ്രാക്കുമ്പോൾ യാഇന ഹറക്കത്തിനെ കളഞ്ഞു. തമുദ്ദു, നീ ഒരു പുരുഷൻ നീട്ടും. അവിടുന്നാണ് നമ്മൾ അമ്ര ഹാദർ ഉണ്ടാക്കുന്നത്. താനാണ് കളഞ്ഞു. അപ്പം മുദ്ദു, അങ്ങനെ മുദ്ദു നാക്കാം. അങ്ങനെ തന്നെ ആക്കാം, കുഴപ്പമില്ല. മുദ്ദ നാക്കാം, മുദ്ദി നാക്കാം. മുദ് ഇങ്ങനെ പറയാൻ പറ്റില്ല, സുക്കൂനിടാൻ കഴിയൂല. അപ്പം ഹറക്കത്ത് ഏതൂടാം. അത് യഫ്ഉലു വസ്നിലുള്ള മുദാരി ആയ അമ്രാവുമ്പോഴും അതുപോലെ അതിൻ്റെ അവസാനത്തിൽ ജസ്മ് ചെയ്യുന്ന ആമിൽ, അതിൻ്റെ അവസാനത്തിൽ സുക്കൂനിടുന്ന ആമിൽ, അതാണ് ജസ്മ് ചെയ്യുന്ന ആമിൽ എന്ന് പറഞ്ഞാൽ. ലമ്മ്, ലമ്മ, ലാ, ലാ തഫ്അൽ, ലാ തമുദ്ദ എന്ന് പറയാം, നീ നീട്ടരുത്. ലാ തമുദ്ദു, നീ നീട്ടരുത്. ലാ തമുദ്ദി, നീ നീട്ടരുത് അങ്ങനെ പറയാം. ലാ തംദുദ് എന്നും പറയാം. അതുപോലെ മദ്ദ യമുദ്ദുവിൻ്റെ അമ്ര മുദ്ദ, മുദ്ദി, മുദ്ദു ഇങ്ങനെ പറയാം. അതുപോലെ ഉംദുദ് അങ്ങനെയും പറയാം. ഇദ്ഗാം അയച്ചാണ്ട് ഉംദുദ് എന്നും പറയാം. ബിത്തഫ്കീക്ക്, തഫ്കീക്ക് കൊണ്ട്, ഇദ്ഗാം അയക്കൽ കൊണ്ട്. അമ്മാ ഇദാ കാനത്തിൽ ഐനു ഫിൽ മുദാരിഇൽ മജ്സൂമി, ഇനി ഈ മുദാരി ജസ്മ് ചെയ്യപ്പെട്ട മുദാരി ആയ ഫിഅലുള്ള ഐൻ ഫിഅൽ ആയാൽ മക്സൂറത്തൻ കസ്ർ ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ ഫതഹ് ചെയ്യപ്പെട്ടതോ ആയാൽ ഫയജൂസു ഫി ആഖിരിഹി, അപ്പോൾ അതിൻ്റെ അവസാനത്തിൽ അനുവദനീയമാകും അൽ ഫത്ഹു വൽ കസ്റു ഫഖത്ത്, രണ്ടാലൊന്ന്. ലം യഫിറ, ലം യഫിരി എന്ന് പറഞ്ഞമായിരുന്നു. ഫറ യഫിറുനെ നമ്മൾ ജസ്മ് ചെയ്യുമ്പോൾ ലം യഫി, ഫററ യഫ്ദിറു ആണെങ്കിൽ ലം യഫ്ദിർ അങ്ങനെ ഇദ്ഗാം അയച്ച് പറയാം. ലം യഫ്ദിർ അങ്ങനെ ഇദ്ഗാം അയച്ച് പറയാം. പിന്നെ ഇദ്ഗാം ചെയ്യുകയാണെങ്കിൽ ലം യഫിറ എന്ന് പറയാം, ലം യഫിറി എന്ന് പറയാം. ലം യഫിറു എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഐൻ ഫിഅലിൻ്റെ ഹറക്കത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ലം യഫിറി അതേ ഹറക്കത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ അമ്ര ഫിഅൽ, അതുപോലെ ഫറ യഫിറു, തഫിറു നീ ഓടും, നീ ഒരു പുരുഷനോടും. അതിനെ കളഞ്ഞപ്പോൾ ഫിറ, ഫിറി അങ്ങനെ രണ്ടും പറയാം. അതുപോലെ അദ്ദ യഅദ്ദു,
അവിടെ ലം യഅദ്ദ എന്ന് പറയാം. അതുപോലെ ലം യഅദ്ദി എന്നും പറയാം. ലം യഅദ്ദ ലം യഅദ്ദി, അവൻ കടിച്ചിട്ടില്ല എന്നർത്ഥം. അദ്ദ എന്ന് പറയാൻ കടിച്ചു എന്നാണ് അർത്ഥം. ലം യഅദ്ദ, അവൻ കടിച്ചിട്ടില്ല. ലം യഅദ്ദി, ഇതിന്റെ അമ്ര് അദ്ദ യഅദ്ദു തഅദ്ദു, നീ ഒരു പുരുഷൻ കടിച്ചു. ഇതിനെ നമ്മൾ അമ്രാക്കുമ്പോൾ അദ്ദ എന്ന് പറയാം. അതുപോലെ അദ്ദി എന്നും പറയാം. കസ്റുവാക്ക ഫത്ഹാക്ക. കാരണം മുളാരി ആയ ഫിഅലിന്റെ ഐൻ ഫിഅലിന് ഫത്ഹ കസ്റ ആണ് എങ്കിൽ അവിടെ നമുക്ക് അതിനെ അമ്ര ഫിഅലാക്കുമ്പം അവസാനത്തെ അക്ഷരത്തിന് കസ്റൂടാ ഫത്ഹൂടാ. അതുപോലെ ജസ്മ് ചെയ്യുന്ന സമയത്തും ഫത്ഹൂടാ കസ്റൂടാ. ലമ്മിടാൻ പറ്റൂല. ഐൻ ഫിഅലിന് ലമ്മാണെങ്കിൽ നമുക്ക് ലമ്മൂടാ. ലമ്മും ഫത്ഹും കസ്റൂടാ. ഐൻ ഫിഅലിന് ലമ്മാണെന്നുണ്ടെങ്കിൽ എത്തു കാട്ടാം. ഫത്ഹ കസ്റ ആണെന്നുണ്ടെങ്കിൽ ഫത്ഹ കസ്റടാ. അത്രേ ഉള്ളൂ. ഫത്ഹാണെങ്കിലും കസ്റടാ, കസ്റാണെങ്കിൽ ഫത്ഹൂടാ. കുഴപ്പമില്ല. ഇഫ്രിർ ഇഅ്ദബ്, അങ്ങനെ നമുക്ക് ഇദ്ഗാം അയച്ചും പറയാം. ഒരു കുഴപ്പമില്ല. ഹുക്മു സുലാസിയിൽ മസീദി, സുലാസി മസീദിന്റെ ഹുക്മ് ജമീഉ മാ ദുക്കിറ, ജമീഉ മാ അല്ല ഹുക്മു സുലാസിയിൽ മസീദി, സുലാസി മസീദിന്റെ ഹുക്മ് ഫി ജമീഇ മാ ദുക്കിറ, ഈ പറയപ്പെട്ട എല്ലാത്തിലും ഹുക്മുൽ മുജറദി, മുജറദിന്റെ ഹുക്മ് തന്നെയാണ്. ലം യസ്തമിദ്ദ, അതുപോലെ ലം യസ്തമിദ്ദി എന്നും പറയാം. കാരണം ഐൻ ഫിഅലിന് കസ്റാണ്. ഇസ്തമദ്ദ യസ്തമിദ്ദു എന്ന് പറഞ്ഞുകൊടുത്ത് ഐൻ ഫിഅലിന് ഇവിടെ എന്താണ്? കസ്റാണ്. മീമാണ് ഐൻ ഫിഅൽ, അതിന് കസ്റാണ്. അപ്പൊ അതിന് കസ്റാവുമ്പോൾ നമുക്ക് ലം യസ്തമിദ്ദ എന്ന് പറയാം, ലം യസ്തമിദ്ദി എന്ന് പറയാം, ലം യസ്തംദിദ് എന്നും ഇദ്ഗാം അയച്ചും പറയാം. അതുപോലെ അതിന് അമ്രു ഫിഅൽ ഇസ്തമിദ്ദ, ഇസ്തമിദ്ദി, ഇസ്തംദിദ്, അങ്ങനെ 3 രൂപത്തിൽ പറയാം. അതുപോലെ ലം യഖ്ശഇറ, ലം യഖ്ശഇറി, ലം യഹ്മറ, ലം യഹ്മരി, ലം യഖ്ശഇർ, ലം യഹ്മരിർ, അങ്ങനെ 3 കോലത്തിൽ ഇതും പറയാം. അത് മുദാഅഫ് അല്ല. വഹകദ, അപ്രകാരം തന്നെയാണ് ഹുക്മുൽ അഫ്ആലിൽ മുശാബിഹത്തി ലിൽ മുദാഅഫ്, മുദാഅഫിനോട് സാദൃശ്യമായി നിൽക്കുന്ന ഫിഅലുകളുടെയും ഹുക്ം ഇങ്ങനെ തന്നെയാണ്. മുദാഅഫിന്റെ ഹുക്ം തന്നെയാണ്. ഈ ബിനാ ഉസ്മഇൽ ഫാഇലി വൽ മഫ്ഊലി മിനൽ മുദാഅഫ്, മുദാഅഫിൽ നിന്ന് ഇസ്മു ഫാഇൽ ഇസ്മു മഫ്ഊൽ എങ്ങനെ ഉണ്ടാക്കുക? അതാണ്. തഖൂലു ഫി ഇസ്മിൽ ഫാഇലി മിൻ മദ്ദ മാദ്ദുൻ ബിൽ ഇദ്ഗാമി വുജൂബൻ, മാദിദുൻ എന്ന് പറയുന്നത് ലിജ്തിമാഇൽ മിസാലൈനി മാ അദമിൽ മാനി, അവിടെ ഒരേ മായത്തെ 2 ഹർഫുകൾ ഒരുമിച്ച് കൂടി അത് രണ്ടും കൂടി ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ അവിടെ ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. തഖൂലു മാദ്ദുൻ, മാദ്ദാനി, മാദ്ദൂന, മാദ്ദത്തുൻ, മാദ്ദതാനി, മാദ്ദാത്തുൻ, മവാദ്ദുൻ, മെറ്റീരിയലുകൾ എന്നർത്ഥം. മാദ്ദുൻ എന്ന് പറഞ്ഞാൽ നീട്ടുന്നവൻ എന്നർത്ഥമുണ്ട്. അതുപോലെ മാദ്ദത്തിന് മെറ്റീരിയൽ എന്നും അർത്ഥമുണ്ട്. വസ്മുൽ ഫാഇലി, വസ്മുൽ മഫ്ഊലി, ഇതിന്റെ ഇസ്മു മഫ്ഊൽ മംദൂദുൻ ആണ്, മൻസൂറുൻ മിൻ ഗൈരി ഇദ്ഗാമിൻ, ഇദ്ഗാം കൂടാതെ, ലി ഹുസൂലിൽ ഫാസിലി ബൈന ഹർഫൈ തദ്ഈഫ്. ഇവിടെ എന്താ കാരണം? ഈ തദ്ഈഫിന്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? ഈ ദാലും ദാലും ആണല്ലോ. ആ ദാലിന്റെയും ദാലിന്റെയും ഇടയിൽ ആര് വന്ന്? വാവ് വന്ന്. അപ്പൊ അവിടെ ഫാസിൽ വന്നു, വേർപിരിക്കാൻ എണക്കുഴികളെ വേർതിരിക്കുന്ന ആൾ വന്നു. അപ്പൊ ഇനി നിവൃത്തില്ല, തൊലാക്കാകില്ല, നിവൃത്തില്ല. അവളെ വാപ്പ സമ്മതിച്ചിട്ടില്ല, അപ്പത്തെ കാട്ടുക. അപ്പം പിന്നെ ഇനിയിപ്പോ നിവൃത്തില്ല. അതെ. അമ്മ ഇസ്മുൽ ഫാഇലി, അപ്പൊ ഇസ്മുൽ ഫാഇലി ഇസ്മു മഫ്ഊൽ മിനൽ മുദാഅഫി സുലാസിയിൽ മസീദ്, സുലാസി മസീദായ മുദാഅഫിൽ നിന്നുള്ള ഇസ്മു ഫാഇലും ഇസ്മു മഫ്ഊലും ഫതാബിഉൽ ലിൽ മുദാരി, അത് അതിന്റെ മുദാരിഇനെ പിന്തുടരുന്നതാണ് എന്ന് പറഞ്ഞാൽ മുദാരിഇന്റെ അതേ മാതിരിയാണ്. ഏതുപോലെ? ഇപ്പം ഇസ്തമദ്ദ യസ്തമിദ്ദു, അതിന്റെ മുസ്തമിദ്ദുൻ എന്ന് പറയും. ആ വമ്മത്തുള്ള മുളാറാത്തിന്റെ ഹർഫിനെ തട്ടിയാണ്ടിട്ട് ഒരു വമ്മത്തുള്ള മീം ഇട്ട് കൊടുക്കും. ഫഇൻ കാനത്
മിൻ ബാബിൽ ഇഫ്ആലി വൽ ഇൻഫിആലി വൽ ഇഫ്തിആലി വത്തഫാഉലി വൽ ഇസ്തിഫ്ആലി ഫവാജിബത്തുൽ ഇദ്ഗാമി. അപ്പം ഈ ഇഫ്ആലിന്റെ ബാബ് അതുപോലെ ഇഫ്ആല് ബാബ് ആ അത് ഇഫ്ആലിലെ ഇഫ്ആലു ഇഫ്ആല് ബാബാണ് ഫസ്റ്റ് ബാബിൽ ഇഫ്ആൽ. അപ്പം അത് ശരിയാവില്ലല്ലോ. അമദ്ദ യെസ് അമദ്ദ അഫ്അല യുഫ്ഇലുൽ അമദ്ദ അഅദ്ദ ഇതുള്ളതിന് ഇസ്മു ഫാഇല് മുമിദ്ദുൻ മുഇദ്ദുൻ മുഅദിദുൻ എന്ന് പറയില്ല. മുഫ്ഇലുൻ ആക്കിയാണ് മുഅദിദുൻ എന്ന് പറയില്ല, മുഇദ്ദുൻ എന്ന് പറയും ഇഫ്ആല് ബാബിൽ. അതുപോലെ ഇൻഫഅല യൻഫഇലു അവിടെ നമ്മൾ ഇൻസദ്ദ യൻസദ്ദു മുൻസദ്ദുൻ എന്ന് പറയും. മുൻസദിദുൻ എന്നാണ് ഉണ്ടാകുക. ഇദ്ഗാം ചെയ്യുമ്പോൾ മുൻസദ്ദുൻ എന്ന് പറയും. അങ്ങനെ പറയൽ നിർബന്ധമാണ്. അതുപോലെ ഇഫ്തിആല് ബാബ് ഇംതദ്ദ ഇംതദദ ഇഫ്തഅല അവിടെ മുംതദ്ദുൻ എന്ന് പറയണം. മുംതദിദുൻ എന്നാണ് അസ്ൽ ഉണ്ടാകുക. മുംതദ്ദുൻ എന്ന് പറയുന്ന ഇസ്മു ഫാഇൽ. അതുപോലെ ഇസ്തിഫ്ആലിൽ മുസ്തമിദ്ദുൻ എന്ന് പറയണം. ഇതിൽ ഇവിടെയൊക്കെ ഇദ്ഗാം വാജിബാണ്, നിർബന്ധമാണ്. ഇതിൻ്റെയൊക്കെ ഇസ്മു ഫാഇൽ ഇദ്ഗാം ചെയ്യൽ നിർബന്ധമാണ്. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ അത് ആ ബാബിലല്ല, വേറുള്ള ബാബില ഇതല്ലാത്ത ബാബുകളിൽ ഇദ്ഗാം ചെയ്യൽ മുംതനിഉ ആണ്, പാടില്ലാത്തതാണ്. ഇപ്പൊ മുസദ്ദിദുൻ എന്ന് പറഞ്ഞു അവിടെ എന്താ വെച്ചാൽ ആരാണ് സദ്ദദ സദദ ദേനി സാധനം ഒരു ദാല് എക്സ്ട്രാ തദ്ഈഫിന് വന്നതാ. എക്സ്ട്രാ എപ്പോ വന്നതാണ്? ജായിദിയായി വന്ന ദാലും മറ്റേ ഐൻ ഫിഅലായ ദാലും തമ്മിൽ ഇദ്ഗാമായി. ഇനി അവിടെ ലാം ഫിഅലായ ദാലുണ്ട്. അവിടെ ഞാൻ അന്നെ കൂട്ടൂല, അന്നെ തീ കൂട്ടി ഇദ്ഗാം ചെയ്യില്ല. മൂന്നാളെ കൂട്ടിയിട്ട് ഇദ്ഗാം ചെയ്യില്ല, പറ്റില്ല. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ രണ്ടാള് അത്ര അടക്കുള്ളൂ. മൂന്നാളും കൂടി ത്രിബിൾ ഇദ്ഗാം അടക്കൂല, ഡബിൾ ഇദ്ഗാം അടക്കും. അതത്രേ പോളൂ. 150 cc വണ്ടി എന്ന് പറഞ്ഞില്ലേ, 150 മൂന്നാൾക്കാരെ കയറ്റാൻ പറ്റില്ല. അവിടെ മുസദ്ദിദുൻ മുസദ്ദദുൻ ആ ദാലിനെ അതിലേക്ക് ഇദ്ഗാം, മറ്റേ ദാലിലേക്ക് ഇദ്ഗാം ചെയ്യാൻ പറ്റില്ല. മറ്റേതിന് ഓൾറെഡി ഇദ്ഗാമാണ്. ആ സായിദിയായി വന്ന ദാല് അല വസനിൽ ഐൻ ഫിഅലിൽ അതേ വർഗത്തിൽപ്പെട്ട വേറൊരു അക്ഷരം സായിദിയായിട്ട് വരുമല്ലോ. ആ സായിദിയായി വന്ന അക്ഷരവും ഈ ഐൻ ഫിഅലും ഇദ്ഗാം ആവണം. അത് നമ്മൾ ആദ്യമേ പഠിച്ചാണ്. എന്നാലേ അല വസൻ ഉണ്ടാവുള്ളൂ. അതിൽ പിന്നെ ഇതേമാതിരി തദ്ഈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഐൻ ഫിഅലും ലാം ഫിഅലും ഒരേ ഇനത്തിൽപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ആ ലാം ഫിഅലിന് ഇതിന്റെ ഇടയിൽ കൂട്ടൂല, ഇതിന്റെ കൂടുതൽ കൂട്ടൂല. അവിടെ ഇദ്ഗാം ചെയ്യാൻ പാടില്ല. ഈ സ്ഥലത്ത് ഒരേ ജിൻസ് പെട്ടതാണല്ലോ ഇദ്ഗാമിന്റെ ആവശ്യം വരണ്ടേ, അപ്പോഴാണ് പാടില്ല. മതാ തജൂസുൽ ഹറകാത്തു സലാസു ഫി ആഖിറിൽ മുദാഅഫിൽ മജ്സൂം. മജ്സൂമായ മുദാഅഫിന്റെ അവസാനത്തിൽ എപ്പോഴാണ് 3 ഹറക്കത്തുകൾ ജായിസാവുക? മതാ തജൂസുൽ ഫത്ഹത്തു വൽ കസ്റത്തു ഫഖത്ത് ഫി ആഖിറിൽ മുദാഅഫിൽ മജ്സൂം. മജ്സൂമായ മുദാഅഫിന്റെ അവസാനത്തിൽ എപ്പോഴാണ് കസ്റത്തും ഫത്ഹത്തും അനുവദനീയമാവുക? രണ്ടെണ്ണത്തിനും ഓരോ 2 ഉദാഹരണം പറയാൻ. ജസ്മ് ചെയ്യപ്പെട്ട മുദാരി ലം യംദുദ് ഇവിടെ ഉണ്ടല്ലോ, ഉത്തരം പറഞ്ഞല്ലോ അല്ലേ. ഏതായാലും മാഹിയൽ ഹറകാത്തു ലത്തി തജൂസു ഫി ആഖിറിൽ അഫ്ആലി അൽ മുശാബഹത്തി ലിൽ മുദാരി. മുദാഅഫിനോട് സാദൃശ്യപ്പെട്ട് നിൽക്കുന്ന ഫിഅലുകൾ, ആ ഫിഅലുകളുടെ അവസാനത്തിൽ അനുവദനീയമായ ഹറക്കത്തുകൾ ഏതൊക്കെയാണ്? മതാ യജൂസു തഫ്കീഖു ഫി ഫിഅലിൽ അംരി. അംറ് ഫിഅലിൽ ഇദ്ഗാം അയക്കൽ അനുവദനീയമായ സന്ദർഭം അതെപ്പോഴാണ്? അതിനൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കാൻ. മതാ യജിബുൽ ഇദ്ഗാമു ഫി ഫിഅലിൽ അംരി. എപ്പോഴാണ് അംറ് ഫിഅലിൽ ഇദ്ഗാം നിർബന്ധാവുക? മതാ യംതനിഉ, എപ്പോഴാണ് പറ്റാത്തത്? അതിനൊക്കെ ഓരോ ഉദാഹരണം പറയാം. ഇനി
ഇസ്മയിൽ ഫാഇലി വൽ മഫ്ഊലി മിനൽ അഫ്ആലി തായ്യ. താഴെ വരുന്ന ഫിഅലുകളിൽ നിന്ന് ഇസ്മു ഫാഇലി ഇസ്മു മഫ്ഊലും ഉണ്ടാക്കാനാ പറഞ്ഞത്. മദ്ദ, സദ്ദ, ഖദ്ദ, നസ്സ, അങ്ങനെ കുറച്ച് ഫിഅലുകളുണ്ട്. അതിൻ്റെയൊക്കെ ഇസ്മു ഫാഇലി ഇസ്മു മഫ്ഊലും ഉണ്ടാക്കണം. ചിലതിൻ്റെയൊക്കെ ഇസ്മു ഫാഇലി ഇസ്മു മഫ്ഊലും ഒരേ മാതിരി ഉണ്ടാവും കാഴ്ചയിൽ. അപ്പോൾ അതിൻ്റെ അസ്ല് ഇങ്ങനെയാണ് എന്ന് എഴുതണം. അതിൻ്റെ അസ്ല് ഇങ്ങനെയാണ്, ഇപ്പം അതിങ്ങനെയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയണം. ഇനി മയ്യിസ് ബൈനൽ അഫ്ആലിൽ മുളാഅഫത്തി വൽ മുശാബഹത്തി ലിൽ മുളാഅഫ് ഫിൽ കലിമാത്തിൽ മദ്കൂറത്തി അഅലാഹു. അങ്ങനെ കുറേ ഫിഅലുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഫിഅലുകളെ കൂട്ടത്തിൽ നിന്ന് മുളാഅഫായ ഫിഅലുകളെ വേർതിരിച്ചെഴുതണം. മുളാഅഫിനോട് സാദൃശ്യപ്പെടുന്ന കുറച്ച് ഫിഅലുകളുണ്ട് ആ കൂട്ടത്തിൽ. അത് മുളാഅഫ് അല്ല, മുളാഅഫിന്റെ മായിരിയുള്ള ഫിഅലുകളാണ്. അതിനും വേർതിരിച്ചെഴുതണം. എന്താ മുളാഅഫ് എന്ന് പറഞ്ഞാൽ ലാം ഫിഅലും ഐൻ ഫിഅലും ഒരേ ജിൻസിൽപ്പെട്ടതായി പിന്നെ അത് ഇത് മുതകമായി വരുമ്പോഴാണ് മുളാഅഫ് ആകുന്നത്. അപ്പൊ അതല്ലാത്തതുണ്ട് ഇതിൽ. മുളാഅഫിന്റെ മായിരിയാണ്, പക്ഷെ മുളാഅഫ് അല്ല. കാരണം ലാം ഫിഅലും ഐൻ ഫിഅലും ഇദ്ഗാമായതല്ലത്. സായിദിയായ അക്ഷരം ലാം ഫിഅലും ഇദ്ഗാമായത് ഒക്കെ ഉണ്ടാവും ആ കൂട്ടത്തിൽ. അപ്പൊ അതിനെ വേർതിരിച്ച് അവിടെ തന്നെ പറയണം. ലാം ഫിഅലും ഐൻ ഫിഅലും ഇദ്ഗാമാവുമ്പോൾ മാത്രമേ അതിന് മുളാഅഫ് എന്ന് പറയൂ. ഐൻ ഫിഅലും മറ്റൊരു സായിദും വന്നാലും അതിലേല് കൂട്ടൂല. തദ്ഈഫ് എന്ന് പറയില്ല. അതിന് ഇദ്ഗാം എന്ന് പറയും, തദ്ഈഫ് എന്ന് അറിയില്ല. തദ്ഈഫ് എന്ന് പറയല് ലാം ഫിഅലും ഐൻ ഫിഅലും ഇദ്ഗാമാവണം. സായിദിയായ അക്ഷരം ലാം ഫിഅലും ഇദ്ഗാമായി, സായിദിയായ അക്ഷരം ഐൻ ഫിഅലും ഇദ്ഗാമായി. മുദ്ഗമായ ഫിഅൽ എന്ന് പറയും, ഇദ്ഗാം ചെയ്യപ്പെട്ട ഫിഅൽ എന്ന് പറയും. അല്ലാതെ മുളാഅഫ് എന്ന് പറയില്ല. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത